നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. സംസാരസാഗരേ മഗ്നം ധീനം മാം ഗൃഹാനിധേ കർമ്മഗ്രാഹൃതാംഗം മമോദ്ധാർഭവാന്നവാത് ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവ ഹി ശ്രീകൃതോऽസ്യ മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. മനോരഥോ മതിയോയം സർവദാ സവരസ്ത്വയാ നിർവിഘ്നേന വ്യകർത്തവ്യം ദാസോഹം തവ കേശവ. കസ്തൂരിതിലകം ലലാടപടലേ വക്ഷസ്ഥലേ കൗസ്തുഭം നാസാഗ്രേ വരമൗക്തികം കരതലേ വേണുകരേ കങ്കണം സർവാംഗേ ഹരിചന്ദനം സുരളിതം കണ്ടേ ച മുക്താവലി ഗോപസ്ത്രീ പരിവേഷ്ടിതോ വിജയതേ ഗോപാലചൂടാമണി അസ്തി സ്വസ്തരണീ കരാഗ്രവികരത് കൽപ്പപ്രസൂനാലുപ്തം വസ്തു പ്രസ്തു വേണുനാദലകരി നിർവാകുലം സ്രസ്ത സ്രസ്ത നിബദ്ധ നീവിരസത് ഗോപീ സഹസ്രാവൃതം ഹസ്തന്യസ്തൻ താപവർഗം അഖിലോധാരം കിശോരാകൃതി കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രദാസുതം സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ശ്രീമദ്ഭാഗവതം നാമ പുരാണം ലോകവിശ്രുതം ശൃണ്യാ ശ്രദ്ധയാ യുക്തോ മമ സന്തോഷകാരണം. ശ്ലോകാർത്ഥം ശ്ലോകപാദം വ നിത്യം ഭാഗവതോദ്ഭവം പഠതേ ശൂന്യായസ്തു ഗോ സഹസ്രഫലം ലഭേത്. മമോസേഷു സർവേഷു ശ്രീമദ്ഭാഗവതം പരം ശൃണ്വന്ത്യ നരാ ഭക്ത്യ മമ കൃതേ സുഹൃത്. വസ്ത്രാലങ്കരണൈ പുഷ്പൈ ധൂപദീപോപകാരകൈ വഹീകൃതോ ഹി അഹം ധശ്രിയാ സത്പതിര്യഥാ. ശുകരൂപ പ്രബോധജ്ഞാ സർവശാസ്ത്രവിശാരദ ഏതത് കഥാ പ്രകാശേന മേധജ്ഞാനം വിനാശയ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ജന്മാദ്യസ്യ യതോ അന്യാത്കൃതചർഷി അർദ്ധേഷു അഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവേ മുഹ്യന്തി യസ്സൂരയഃ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര സർഗോ അമൃഷാ ദാംനാ സേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മപ്രോചിത കൈതവോ അത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവം അത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരിരീശ്വരഃ സദ്യോ ഹൃദ്യവരുത്തതേ അത്ര കൃതിഭിः ശുശ്രൂഷുഭിः ദക്ഷണാത്. നിഗമകൽപതരോ ഗലിതം സുഖമുഖാത് അമൃതരവസംയുതം പിബതാ ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. സൂതോവാച യം പ്രവർജന്തമനുപേതമപേതകൃത്യം ദീപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയതരോ അഭിനീതു സംസർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്സാനുഭാവം അഖിലശ്രുതിസാരമേകം അധ്യാത്മദീപം അതിതിതിഷതാം തമോന്തം സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനും ഉപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. വീണ്ടും അനന്ത പത്മനാഭ സത്സംഗത്തിലേക്ക് വരാനും ശ്രേഷ്ഠരായ ഭക്തരെ കാണാനും സാധിച്ചതിൽ, അതിനുള്ള അവസരം സൃഷ്ടിച്ചതിൽ വളരെ വളരെ സന്തോഷം. ഹരേ കൃഷ്ണ. പ്രഥമസ്കന്ധം ഭാഗവതം. ഇന്ന് ഇപ്പം ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴെല്ലാം ഞാനൊരു കാര്യം മനസ്സിലൂടെ ഓടി വന്നത്, എത്ര ശ്രേഷ്ഠരായ ഭാഗ്യമുള്ള ഭക്തരാണ്. പറഞ്ഞു ചിലയിടത്ത് ആള് കുറവാണ്, നമ്മൾ പുരോഹിതരാകണം, ഈ പറഞ്ഞതെല്ലാം ശരിയാണ്. പക്ഷേ അതിനും ഒരു യോഗം വേണം. ഭഗവാന്റെ കഥ കേൾക്കുന്നതിനും
ഒരു യോഗം. അതിനും ഭഗവാന്റെ ഒരു നിയോഗം. ആ നിയോഗത്തിൽ നമ്മൾ ഉൾപ്പെടണം. പ്രഭുപാദരുടെ ചില ക്ലാസ്സുകളിൽ പ്രഭുപാദർ തന്നെ പറഞ്ഞിട്ടുണ്ട്, 4 5 പേരുണ്ടായിരുന്നു. പക്ഷേ പ്രഭുപാദർ കൃത്യസമയത്ത് പ്രഭുപാദരുടെ ക്ലാസ് തുടങ്ങിയിരിക്കും. പ്രഭുപാദർക്കറിയാം ദൈവം ഒരു യോഗം വേണം. അങ്ങനെ ആളുകൾ വന്നും പൊയ്ക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഈ ലോകം മുഴുവൻ കൃഷ്ണ കോൺഷ്യസ്നെസ്സിൽ പ്രഭുപാദർ കൊണ്ടെത്തിച്ചു. അതുകൊണ്ട് ആദ്യത്തെ പ്രഭു, നമ്മുടെ ഗോവിന്ദരാജൻ പ്രഭു, ഇതിലൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഭഗവാന്റെ ഒരു നിയോഗമാണ്. അതിനും ഒരു സമയമുണ്ട്. കാര്യം ഭഗവാന്റെ ആ ഒരു മേഴ്സി, ഒരു ദയ ഈ ധ്യാന ശ്ലോകത്തിൽ പറയുന്നുണ്ട്. മമോസേഷു സർവേഷു. ധ്യാന ശ്ലോകം എത്ര പേർക്കറിയാം? കുറച്ചു പേർക്കെങ്കിലുമൊക്കെ അറിയില്ലേ ധ്യാന ശ്ലോകം? ശ്രീമദ് മഹാഭാഗവതം അറിയാമോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഫസ്റ്റ് കേൾക്കുന്നുണ്ട് ബ്രോ. ധ്യാന ശ്ലോകം അറിയാമോ? കുറച്ചറിയാം ബ്രോ, അറിയാം. വെരി ഗുഡ്, നന്നായി. അതില് മമോത്സേഷു സർവേഷു ശ്രീമദ്ഭാഗവതം പരം ശൃണ്വന്ത്യ നരാഭക്യ മമ പ്രത്യേക സുഹൃത്. എന്താ പറയുന്നത്? മമോത്സേഷു സർവേഷു ശ്രീമദ് ഭാഗവതം പരം ശൃണ്വന്ത്യ, കേൾക്കുന്നവർക്ക്, മമ പ്രത്യേക സുഹൃത്ത്, എന്റെ പ്രത്യേകമായ ഒരു പ്രിയം അവരിലുണ്ടാകും. ആ പ്രത്യേകമായ ഒരു സ്നേഹം. ആ ഒരു പ്രത്യേകമായ ഒരു സ്നേഹം കിട്ടണമെന്നുണ്ടെങ്കിൽ ചിലര് പറയും കഷ്ടത അനുഭവിക്കുകയാണെങ്കിൽ ഗജേന്ദ്ര ശ്ലോകം ചൊല്ലിയാൽ മതി, ആ കഷ്ടപ്പാടുകളൊക്കെ മാറും എന്നുള്ളത്. കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇത് ഫിസിക്കലി അപ്ലൈ ചെയ്ത് പ്രൂവ് ചെയ്ത ഒരു ശ്ലോകമാണ് ഗജേന്ദ്ര. ഒരുപാടിടത്ത് ഇത് വർക്ക് ചെയ്തിട്ടുണ്ട്. ഗജേന്ദ്ര മോക്ഷം. ചിലർക്കത് നടന്നിട്ടുമില്ല. അപ്പോൾ എന്തുകൊണ്ട് ചിലർക്ക് നടക്കുന്നു, ചിലർക്ക് നടക്കുന്നില്ല? എന്തെങ്കിലും ഒരു ക്ലൂ തരാമോ? ഇങ്ങോട്ട് പറ്റുമോ? ആത്മാർത്ഥമായി അത് ചെയ്യാത്തത് കൊണ്ടാണ് നടക്കാത്തത്. ആത്മാർത്ഥത എന്ന് പറയുന്നത് ഭഗവാന് അത്യധികം നല്ല രീതിയിൽ സ്മരിക്കണം. എന്തോ? ഭഗവാനോട് നല്ല സ്മരണ വേണം ആദ്യം. നല്ല സ്മരണ എന്ന് പറയുമ്പോൾ ഒരു ഉദാഹരണം ഗജേന്ദ്രൻ തന്നെ ഉദാഹരണം. അത്രയും ഏകാഗ്രതമായി ഗജേന്ദ്രൻ അത്രയും അധികം വിഷമം അനുഭവപ്പെട്ടു. ആ വേദനയും അതുപോലെ തന്നെ ഭഗവാനിലുള്ള അചഞ്ചലമായ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന. 33 കോടി ദേവന്മാര് ആകാശത്തിൽ വന്ന് നിൽക്കുമ്പം ആരെയും ഗജേന്ദ്രൻ വിളിക്കുന്നില്ല. ഗജേന്ദ്രൻ ഒരേ ഒരാളെ മാത്രമേ വിളിക്കുന്നുള്ളൂ. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തുതേ. ഭഗവാനെ വിളിച്ചിട്ട് ഭഗവാൻ വന്നില്ല. 33 കോടി ദേവന്മാർ ആകാശത്ത് വന്ന് നിൽക്കുന്നു, അവരെന്നെ സഹായിക്കും എന്ന് ഗജേന്ദ്രൻ വിചാരിച്ചില്ല. അപ്പോഴും ഗജേന്ദ്രൻ തുടർന്നു, നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തുതേ, രക്ഷ രക്ഷ മഹാബാഹു പാഹി പാഹി ദേവദേവ ജഗത്പതി. ആ ഒരു ഏകാഗ്രതയാണ് നമുക്ക് വേണ്ടത്. ഈ 33 കോടി ദേവന്മാര് ഗജേന്ദ്രനാലാണ് ആകാശത്ത് വന്ന് നിൽക്കുന്നത്. അവര് മനസ്സിലാക്കി ഭഗവാൻ വരാൻ പോവുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭഗവാനെ ഓർമ്മിക്കാനും ഉള്ള ഒരു മാർഗമാണ് ഭഗവാന്റെ അതീന്ദ്രിയ ലീലകൾ സ്മരിക്കുക എന്നുള്ളത്. അല്ലേ? ശരിയല്ലേ? ശരിയാണോ?
ആണോ അല്ലേ? അതെ 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 ഭഗവാനെ അടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ ലീലകളെല്ലാം നമ്മുടെ മുന്നിൽ കാണിച്ചു തന്നത്. അതേസമയം ഭഗവാന്റെ ഭാവിയിൽ ഉണ്ടാകുന്ന ലീലകൾ ഭഗവാന്റെ ഭക്തന്മാർ മനസ്സിലാക്കിയിരുന്നു. ശരിയോ അല്ലേ? ശരിയോ തെറ്റോ? ശരിയോ തെറ്റോ? ശരിയോ തെറ്റോ? ഹരേ കൃഷ്ണ. ഒന്നും പറയും. ചോദ്യം മനസ്സിലായില്ല പ്രഭു. നമ്മൾക്ക് ഭഗവാന്റെ ഈ ലീലകളെല്ലാം ഈ ഭൂമിയിൽ ഭഗവാൻ നമുക്ക് കാണിച്ചു തന്നത് ഭഗവാനെ നല്ലതുപോലെ സ്മരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു പോയെങ്കിൽ മാത്രമല്ലേ ആ ആളിനെ സ്മരിക്കത്തുള്ളൂ. അപ്പം ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേ ഗോപേശ ഗോപിക കാന്ത രാധാ കാന്ത നമോസ്തുതേ. ദീനന്മാരുടെ കർത്താവാണ്, ദീനന്മാരുടെ രക്ഷിതനാണ്. അതെല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ ഭഗവാനെ സ്മരിക്കണം. ഭഗവാനെ സ്മരിക്കണമെന്നുണ്ടെങ്കിൽ ഭഗവാൻ ചെയ്ത ലീലകൾ നമ്മൾ ഓർമ്മിക്കണം. അതിനു വേണ്ടിയിട്ട് യശോദാമ്മയുടെ മുന്നിൽ, ഗുരുരമ്മയുടെ മുന്നിൽ, ഭക്തന്മാരുടെ മുന്നിൽ, രുക്മിണിയമ്മയുടെ മുന്നിൽ ഇങ്ങനെയുള്ള ലീലകൾ കാണിച്ചു. അതേസമയം ഭഗവാന്റെ ഭാവിയിൽ കാണുന്ന ഭാവി ഫ്യൂച്ചർ ടെൻസ് ആണ്. ഭാവിയിൽ ഭഗവാൻ ഇന്ന ഇന്ന ലീലകൾ കാണും എന്ന് ഭഗവാന്റെ ഭക്തന്മാർ നിശ്ചയിച്ചുറപ്പിച്ചിരുന്നു. ശരിയോ തെറ്റോ? ഇതാണ് ചോദ്യം. ശരിയാണോ തെറ്റാണോ? ശരിയാണ് പ്രഭു. അതാണ് ഭഗവാനും ഭഗവാന്റെ ഭക്തനും തമ്മിലുള്ള ആ ഒരു ബന്ധം എന്ന് പറയുന്നത്. നാരദ മഹർഷി ഭഗവാനോട്, നാരദ മഹർഷിയുടെ മറ്റൊരു പേരെന്താണ്? ദേവദർശൻ. ദേവദർശൻ. നാരദ മഹർഷി ഭഗവാനോട് പറയുന്നത് കഴിഞ്ഞ ലീലകൾ കാണിച്ചു തരാനല്ല, ഭഗവാനെ അങ്ങ് ഇനി ഇങ്ങനെയുള്ള ലീല കാണിക്കാൻ പോകുന്നുണ്ട്, ഇനി ഇന്ന അസുരന്മാരെ വധിക്കാൻ പോകുന്നുണ്ട്, അത് എത്രയും പെട്ടെന്ന് എനിക്കൊന്ന് കാണിച്ചു തരണം. അപ്പൊ ആ ലീലകൾ എത്രയും പെട്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കംസന്റെ അടുത്ത് പോകുന്നതും കാര്യങ്ങൾ സംസാരിക്കുന്നതും. ഇതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളായിക്കോട്ടെ നാരദ മഹർഷിയും വിചാരിച്ചു. ഏതായാലും നടക്കാൻ പോകും. എന്തിനാ പറയുന്നത്? ഗൗതമ മഹർഷി അഹില്യയോട് പറഞ്ഞില്ലേ ത്രേതായുഗത്തിൽ ശ്രീരാമചന്ദ്ര പ്രഭു വരുമെന്നുള്ളത്? ശരിയല്ലേ പറഞ്ഞേ? ആണോ? അതെ അതെ ഇതാണ് ഭഗവാനും ഭക്തന്മാരും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത്. ആ ബന്ധം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം, അതുകൊണ്ടാണ് നാരദ മഹർഷി ഈ ലോകം മുഴുവനും ഭഗവാനെ കുറിച്ച് പാടി പാടി നടന്നത്. ശൃണ്വന്തി ഗായന്തി. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം എടുത്തോളൂ, എടുക്കും. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അല്ല, പ്രഥമസ്കന്ധം 8-ാമത്തെ അധ്യായം 36-ാമത്തെ ശ്ലോകം എടുത്തു. 1:8:36 പ്രഥമസ്കന്ധം. ആരെങ്കിലും ഇത് വായിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ അല്ലെ ക്ലാസ്സിൽ? ഹരേ കൃഷ്ണ. ആ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശൃണ്വന്തി ഗായന്തി ഗൃണന്ത്യഭീഷ്ണക്ഷ സ്മരന്തി നന്ദന്തി തവേഹിതം ജനാഃ തയേവ പശ്യന്ത ജിരേണ താവകം ഭവപ്രവാഹോ പരമം പദാംബുജം. ഹരേ കൃഷ്ണ. ഒന്നുകൂടെ ശ്ലോകം വായിച്ച്. ശൃണ്വന്തി ഗായന്തി ഗൃണന്ത്യഭീഷ്ണശഃ സ്മരന്തി നന്ദന്തി തവേഹിതം ജനാഃ തയേവ പശ്യന്ത ജിരേണ താവകം ഭവപ്രവാഹോ പരമം പദാംബുജം. ഹരേ കൃഷ്ണ. അതിന്റെ വിവർത്തനം ഒന്ന് വായിക്കാമോ? അല്ലയോ കൃഷ്ണ, ആരാണോ അങ്ങയുടെ അതീന്ദ്രിയ കർമ്മങ്ങളെ കുറിച്ച് നിരന്തരം ശ്രവിക്കുകയും കീർത്തിക്കുകയും ആവർത്തിക്കുകയും ചെയ്യുന്നത്, അഥവാ മറ്റുള്ളവർ അപ്രകാരം ചെയ്യുന്നതിൽ ആനന്ദം കൊള്ളുന്നത്,
അവർ നിശ്ചയമായും അങ്ങയുടെ പാതാരവിന്ദങ്ങളെ ദർശിക്കുന്നു. അവയ്ക്കു മാത്രമേ ജനിമൃതികളുടെ ആവർത്തനത്തിന് വിരാമമിടാനാകൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇത് നമ്മുടെ പ്രഥമ സ്കന്ധം ട്രാൻസ്ലേഷൻ ആണോ? അതെ പ്രഭു. ആണോ? ഹരേ കൃഷ്ണ. ഓക്കെ. അപ്പം രണ്ടാമത്തെ ട്രാൻസ്ലേഷനിൽ ഒരുപക്ഷെ അവര് മാറ്റിയിട്ടുണ്ടാവാം അങ്ങോട്ടും ഇങ്ങോട്ടും വരികൾ. ഓക്കെ. ഹരേ കൃഷ്ണ. ആരാണോ അങ്ങയുടെ സർവാതിശയായ ആത്മജ്ഞാനപരമായ അതീന്ദ്രിയ കർമ്മങ്ങളെ കുറിച്ച് നിരന്തരം ശ്രവിക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവർ അപ്രകാരം പ്രവർത്തിക്കുന്നതിൽ ആനന്ദം അനുഭവിക്കുന്നത്, അവർക്ക് നിശ്ചയമായും ഈ ജനിമൃതി നിർഭരമായ ഇഹലോക ബന്ധത്തിൽ നിന്ന് മോചനമേകാൻ ഏകപ്രാപ്തിയുള്ള അങ്ങയുടെ പാതാരവിന്ദങ്ങളെ ദർശിക്കുവാൻ കഴിയുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഏതൊരുവനാണോ ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ നഭപങ്കജനാഭായ നഭപങ്കജമാലിനേ നഭപങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രിയ. കുന്തിസ്തുതിയാണ്. കുന്തിസ്തുതിയിലെ മറ്റൊരു ശ്ലോകമാണ് നഭപങ്കജനാഭായ നഭപങ്കജമാലിനേ നഭപങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രിയെ. കുന്തിയമ്മയുടെ ഓരോ സ്തുതിയിലൂടെയും നമ്മൾ പോകണം. കുന്തിയമ്മ ദുഃഖം അനുഭവിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടോ? കുന്തിയ അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല. കുന്തിയമ്മ ദുഃഖം അനുഭവിച്ചിട്ടില്ല. നമുക്കാ തോന്നുന്നത് കുന്തിയമ്മ ദുഃഖം അനുഭവിച്ചിട്ടുണ്ട്. കുന്തിയമ്മ പറയുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത്, കൃഷ്ണ അങ്ങ് എത്ര ദയുള്ളവനാണ് എന്നോട്, എത്ര ദയുണ്ട്. അങ്ങയുടെ സഹോദരന്മാരെ അങ്ങ് രക്ഷിച്ചില്ല, പക്ഷേ എന്റെ മക്കളെ അങ്ങ് സംരക്ഷിച്ചു. ശരിയല്ലേ? ദേവകി അമ്മയുടെ ഉദരത്തിൽ പിറന്ന എല്ലാവരും പോയി, ഭഗവാൻ മാത്രം ബാക്കിയായി. ഇവിടെ കുന്തിയമ്മ ഓർമ്മിച്ചുകൊണ്ട് പറയാണ്, കൃഷ്ണ അങ്ങ് എത്ര ദയാലുവാണ്, എന്റെ മക്കളെ അങ്ങ് കൂടെ നടന്ന് സംരക്ഷിക്കുകയല്ലേ. ആണോ അല്ലേ? ആണോ അല്ലേ? അതെ. അതെ പ്രഭു. അതുകൊണ്ടാണ് കുന്തിയമ്മ പറയുന്നത്, കൃഷ്ണ എനിക്ക് ദുഃഖം ഇങ്ങോട്ട് താ, എനിക്ക് ആ ദുഃഖം അനുഭവിക്കുന്നൊന്നുമില്ല, ദുഃഖം എനിക്ക് താ, എന്നാലേ അങ്ങേ വീണ്ടും വീണ്ടും എനിക്ക് സ്മരിക്കാൻ സാധിക്കുന്നു. പരമമായ സുഖം വേണ്ട എന്ന്. ഇവിടെ ഇപ്പം വീണ്ടും കുന്തിയമ്മ ഓർമ്മിക്കുകയാണ്, നഭപങ്കജനാഭായ. കൃഷ്ണ അങ്ങ് എനിക്ക് കുഞ്ഞുനാളിലേ അറിയാം, നഭപങ്കജനാഭായ. ആ പൊക്കിൾക്കൊടി ബന്ധത്തിലൂടെ അങ്ങ് ശിശുവായിരിക്കുമ്പോഴേ എനിക്കറിയാം. നഭപങ്കജനാഭായ നഭപങ്കജനേത്രായ. കൃഷ്ണ അങ്ങ് വളർന്നു വലുതായി നല്ല താമരക്കണ്ണനായി സുമുഖനായി നിൽക്കുമ്പോൾ ആ പ്രായവും എനിക്കറിയാം. ഞാനാണത് ആദ്യം കാണുന്നത്. അങ്ങനെയുള്ള കൃഷ്ണ നമസ്തേ പങ്കജാംഗ്രി, അങ്ങയുടെ തൃപ്പാദങ്ങൾ ഞാൻ സാഷ്ടാംഗം നമസ്കരിക്കുക. ഏതൊരുവന്റെ ഹൃദയത്തിലാണോ ഭഗവാന്റെ തൃപ്പാദങ്ങൾ ഓർമ്മിക്കാൻ സാധിക്കുന്നത്, നേരത്തെ ഞാൻ പറഞ്ഞു 19 ചിഹ്നങ്ങളാണ് ഭഗവാന്റെ തൃപ്പാദങ്ങളിലുള്ളത്. ഈ 19 ചിഹ്നങ്ങളെയും ആ പാദങ്ങളിൽ നമ്മൾ ഹൃദയത്തിലൂടെ കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഇഹലോകത്തിലെ കഷ്ടതകളിൽ നിന്ന്, താപത്രയോന്മൂലനം, താപത്രയം, ഈ 3 തരത്തിലുള്ള വിഷമങ്ങളിൽ നിന്നും നമുക്ക് മോചനം നേടാം. അതെങ്ങനെ നേടാമെന്ന് അവിടെ പറയുന്നത്. എങ്ങനെ നേടാൻ പറ്റും? ഈ ശ്ലോകം എന്താ പറയുന്നത്? എങ്ങനെ നേടാൻ പറ്റുമെന്നാ ഒരുപാട്. എങ്ങനെ നേടാൻ പറ്റുമെന്നാ, എങ്ങനെ നേടാൻ പറ്റുമെന്ന് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ആരാണോ അതീന്ദ്രിയ കർമ്മങ്ങളെ കുറിച്ച് നിരന്തരം ശ്ലോകത്തിൽ എന്തോ സ്മരന്തി ചേർത്ത് പറഞ്ഞു. സ്മരന്തി നന്ദന്തി ശൃണ്വന്തി, ഫസ്റ്റ് വേർഡ് ശൃണ്വന്തി. ശൃണ്വന്തി ഗായന്തി കൃണന്തി അഭീഷ്ണശം. ഹരേ കൃഷ്ണ. ശൃണ്വന്തി ഗായന്തി ഗൃണന്തി വിഷ്ണേശ സ്മരന്തി സന്തന്തി. ഇത്രയും കാര്യങ്ങൾ. ഇതാണ് ശ്രവണം, കീർത്തനം,
ഗൃണന്തി എന്താ? കൈക്കൊള്ളുക. ശൃണ്വന്തി, ഗായന്തി, ഗായന്തി ജപിക്കുക. ജപം, ജപം, ഭഗവാന്റെ നാമം. ഇത് കലിയുഗത്തില് വളരെ 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 അത്യാവശ്യമാണ്. അവിടെയാണ് പറഞ്ഞത് കലേർ ദോഷനിധി രാജൻ. കലേർ ദോഷനിധി രാജൻ വരട്ടെ. നമ്മൾ എപ്പോഴും പറയുന്ന കലേർ ദോഷനിധി രാജൻ. ഹരേ കൃഷ്ണ. ആരും കേൾക്കുന്നില്ലേ? കേൾക്കുന്ന പ്രഭു. എന്നാ ചൊല്ലിക്കോളൂ. കലേർ ദോഷനിധി രാജൻ അസ്തി ഏകോ മഹാൻ ഗുണഃ. അസ്തി ഏകോ മഹാൻ ഗുണഃ. അസ്തി ഒരു മഹത്തായ ഒരു കാര്യം അവശേഷിച്ചിരിക്കുന്നു. എന്താണ്? അസ്തി ഇവിടെ ഉണ്ട്. എന്താണുള്ളത് ഹേ രാജൻ? ശുകദേവ ഗോസ്വാമി പരീക്ഷിത് മഹാരാജാവിനോട് പറയുകയാണ്, ഹേ രാജൻ, കലിയുഗം സർവ പ്രശ്നങ്ങൾ കൊണ്ടും മലീമസമാണ്. രക്ഷപ്പെടാൻ പക്ഷെ ഒരു ഭാഗ്യം ഇവിടെ അവശേഷിച്ചിരിക്കുന്നു. എന്താണ്? കലേർ ദോഷനിധി രാജൻ അസ്തി ഏകോ മഹാൻ ഗുണഃ. ഏതാ? കീർത്തനാത് ഏവ കൃഷ്ണസ്യ. കീർത്തനാദേവ കൃഷ്ണസ്യ ഒരു മന്ത്രം ഉണ്ട്. എന്താണ്? ആ ഒരു മന്ത്രം കൊണ്ട് ഹേ രാജൻ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഏതാ? കീർത്തനാത് ഏവ കൃഷ്ണസ്യ. ഭഗവാന്റെ ആ തിരുമന്ത്രം. കൃഷ്ണസ്യ, കൃഷ്ണനെ സ്മരിക്കുന്നതിലൂടെ മുക്തസംഗപരം പ്രചേത്. മുക്തസംഘം, നമുക്ക് ഈ മലീമസമായ സംഘങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി നേടാം. അപ്പോൾ അതുകൊണ്ടാണ് ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതേ ഗോപേശ ഗോപിക കാന്ത. ഭഗവാനെ സ്മരിക്കുമ്പോൾ നമ്മള് എന്തിനാണ് ഭഗവാൻ ഈ ലീലകൾ ചെയ്തത്? ഭഗവാനെ സ്മരിക്കാൻ. ആരോടൊപ്പമാണ് ലീലകൾ ചെയ്തത്? ഗോപികമാരുമൊത്ത്. ഗോപികമാരുടെ പ്രധാനി ആരാ? ഗോപികമാരുടെ പ്രധാനി ആരാ? രാധാദേവി. രാധാറാണി. രാധാറാണിയെ കൂടെ അപ്പം ഭഗവാന്റെ ലീലകൾ നമുക്ക് സ്മരിക്കാൻ പറ്റുമോ? രാധാറാണിയെ കൂടാതെ നമുക്ക് ഭഗവാന്റെ ലീലകൾ സ്മരിക്കാൻ പറ്റുമോ? ഇല്ല. പറ്റത്തില്ല. അപ്പോൾ എങ്ങനെ മന്ത്രം ജപിക്കണം? രാധാറാണിയെ സ്മരിച്ചുകൊണ്ട് നമ്മൾ മന്ത്രം ജപിക്കണം. അതുകൊണ്ടാണ് കലിസന്താരണ ഉപനിഷത്തില് രാധാറാണിയുടെ പേര് ആദ്യം കൊണ്ടുവന്നത്. ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ ആരാധിക, ഓ ആരാധ്യയായവളെ. തിരുനാമം, രാധാറാണിയുടെ തിരുനാമം നേരിട്ട് ഉച്ചരിക്കാനുള്ള യോഗ്യത നമുക്കില്ല. അതുകൊണ്ട് വ്യാസമഹർഷി ശ്രീമദ് മഹാഭാഗവതത്തിൽ രാധാറാണിയെ ആരാധ്യയായവളെ എന്ന് മാത്രമേ ആരാധിക്കപ്പെടേണ്ടവൾ. ഭഗവാനെ കൃഷ്ണ എന്ന് നേരിട്ട് എഴുതി വെക്കുമ്പോൾ വ്യാസമഹർഷി രാധാറാണിയെ ആരാധിക്കേണ്ടവൾ എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അത്രയും പ്യുവറാണ്, പ്യുവർ. അത്രയും പരിശുദ്ധിയാണ്, പരിശുദ്ധിയുടെ പ്രതീകമാണ്. 99.99 അല്ല, 100%. അതിനെ അങ്ങനെയുള്ള ഒരാളിനെ, ഒരു വ്യക്തിയെ നമുക്ക് നേരിട്ട് പേര് വിളിക്കാനുള്ള യോഗ്യതയില്ല. അതുകൊണ്ട് അവിടെ വ്യാസമഹർഷി ആരാധ്യയായവളെ ആരാധ്യ എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ആരാധന, ആരാധന, ആരാധിക്കപ്പെടേണ്ടത്. ആദ്യമായി രാധാറാണിയുടെ നാമമാണ് നമ്മൾ ചെല്ലേണ്ടത് ഭഗവാനോട്. അതുകൊണ്ടാണ് ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അപ്പൊ അങ്ങനെ ശൃണ്വന്തി ഗായന്തി ഗൃണന്തി കൃഷ്ണശഃ സ്മരന്തി നന്ദന്തി തവേഹിതം. അങ്ങനെയുള്ള ഒരുവന് അവസാനം ഭഗവാന്റെ തൃപ്പാദങ്ങളെ സ്മരിക്കാൻ സാധിക്കും. നമ്മുടെ ഭാവവും അചഞ്ചലമായ വിശ്വാസവുമാണ് പ്രധാനം.
ശിശുപാലൻ അത് മനസ്സിലാക്കാൻ സാധിച്ചോ? സാധിച്ചോ? ഇല്ല. രാവണന് സാധിച്ചില്ല, ഹിരണ്യകശിപുവിന് സാധിച്ചില്ല, കംസന് സാധിച്ചില്ല, ജരാസന്ധന് സാധിച്ചില്ല, ശിശുപാലന് സാധിച്ചിട്ടില്ല. എന്തുകൊണ്ട് അവർക്ക് സാധിക്കാൻ കഴിയാതെ പോയി? രാവണൻ എത്രയോ പണ്ഡിതനായിരുന്നു, ഇല്ലേ? ഇല്ലേ? സകല വേദങ്ങളും ചതുർവേദിയാണ്. രാവണൻ ചതുർവേദിയായിരുന്നു. ചിലരുടെ ബോർഡിൽ കണ്ടിട്ടില്ലേ ചതുർവേദി, ത്രിവേദി, ദ്വിവേദി എന്നൊക്കെ? കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? അല്ലേ? കാണാൻ വഴിയില്ല. നാട്ടിലെ സംഭവം കിടക്കും. എന്തോ കേട്ടിട്ടുണ്ട്. ചിലര് ഈ കേരളം വിട്ടുപോകും, തമിഴ്നാട്, ആന്ധ്ര, അങ്ങനെയുള്ള അവിടുന്ന് ബ്രാഹ്മണ കുടുംബങ്ങളിൽ ജനിച്ചവര് ചിലരുടെ പേരുകൾക്ക് അറ്റത്ത് ചതുർവേദി, ത്രിവേദി, ദ്വിവേദി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 വേദങ്ങളിലും പാണ്ഡിത്യം നേടിയയാൾ, അതാണ് ചതുർവേദി. ഇപ്പൊ അത് പേരിന് അലങ്കാരമായിട്ട് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ മുത്തച്ഛനും ഒക്കെ എങ്ങനെയാണ് അറിയപ്പെടുന്നത്, അതുകൊണ്ട് എൻ്റെ പേരിന്റെ അറ്റത്തും അങ്ങനെ ഇട്ടു. ഈ വേദങ്ങളിലൂടെ, അതേസമയം ഈ വേദപണ്ഡിതന്മാരോട് ചോദിച്ചു കഴിഞ്ഞാലും അവർക്കറിയത്തില്ല എന്താണ് ഈ വേദങ്ങളുടെ അർത്ഥം. പക്ഷെ അതേസമയം നേരായ ഗുരുശിഷ്യ പരമ്പര വഴി ഇതേപോലെ ഭഗവാനെ മനസ്സിലാക്കിയവർക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. ഏത് ശ്ലോകം വരും? എന്താണ് ഈ വേദങ്ങളുടെ അർത്ഥം എന്ന് പറയുന്നത്? ശ്ലോകം ഏതാ? ഞാൻ എല്ലാ കുട്ടികളോടും പറയുന്നതാണ്, ഈ ശ്ലോകം ബൈ ഹേർട്ട് ചെയ്യണം, കാണാതെ പഠിക്കണം. പഠിക്കുന്നതിന് മുമ്പ് ഈ ശ്ലോകം ചൊല്ലിയിട്ട് വേണം ഇരുന്ന് പഠിക്കാൻ. ഏത് ശ്ലോകമായിരിക്കും? അല്ല, ഭഗവത്ഗീതയിലാണ് ശ്ലോകം. കുളു ഭഗവത്ഗീതയാണ്. ഇനി ഒരു കുളു കൂടെ തരാം. പുരുഷോത്തമ യോഗം. പുരുഷോത്തമ യോഗത്തിൽ സർവസ്യജാഹം ഹൃദി സന്നിവിഷ്ടോ മത്തസ്മൃതിജ്ഞാനമപോഹനം ച. എന്നിട്ട് എടുത്താട്ട് ഭഗവത്ഗീത എടുത്താട്ട് 15 ഹൃദി സന്നിവിഷ്ടോ മത്തസ്മൃതിർജ്ഞാനമപോഹനം ച വേദൈശ്ച വേദ്യൈരഹമേവ വേദ്യോ വേദാന്തകൃദ്വേദവിദേഹ ചാഹം. അതിന്റെ വിവർത്തനം കൊണ്ട് വായിച്ചാട്ട്. ടെക്സ്റ്റ് എടുത്തില്ല പ്രഭു, ഞാൻ കാണാതെ പറഞ്ഞു. എന്നാ കാണാതെ വിവർത്തനം വായിച്ചിട്ട് പറഞ്ഞിട്ട്. ഹരേ കൃഷ്ണ പ്രഭു, വിവർത്തനം വായിക്കട്ടെ പ്രഭു. ഹരേ കൃഷ്ണ. ജീവികളുടെയും ഹൃദയത്തിൽ ഞാൻ വാഴുന്നു. സ്മരണയും ജ്ഞാനവും മറവിയും എന്നിൽ നിന്നാണ് ഉളവാകുന്നത്. എല്ലാ വേദങ്ങളിലൂടെയും അറിയേണ്ടത് എന്നെ തന്നെ. വേദാന്തം ഉണ്ടാക്കിയതും വേദങ്ങളെ അറിയുന്നതും ഞാനാണ്. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ ആരാ? ചതുർവേദിയാണോ? യഥാർത്ഥ ചതുർവേദികള് ശ്രീതാ പ്രഭുപാദരുടെ ശിഷ്യന്മാരാണ്. കാര്യം, ഈ വേദങ്ങളെ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതാണ് നമ്മള് അതിന്റെ സത്താണ്. സത്തിന്റെ സത്ത്. ഭഗവാൻ എന്ന് പറയുന്നത് സത്തിന്റെ സത്താണ്. ആ സത്താണ് നമ്മൾ എടുത്തു വെച്ച് കൈകാര്യം ചെയ്യുന്നത്. ഭാഗവത വിധി. അപ്പം അനുഷ്ഠാനങ്ങൾ 2 തരത്തിലുണ്ട്. ഒന്ന് വൈദിക വിധിയും, 2 ഭാഗവത വിധിയും. ക്ഷേത്ര ആരാധനകളെല്ലാം വൈദിക വിധിയിലൂടെയാണ് പോകുന്നതെങ്കിൽ ഗൃഹത്തിൽ ചെയ്യാൻ പറ്റുന്നതും നമുക്ക് എളുപ്പമായ വിദ്യയും ഭാഗവത വിധിയാണ്. ഭാഗവതം നമ്മൾ ഫോളോ ചെയ്യുക, ഭാഗവതത്തിലൂടെ നമ്മൾ പോവുക. അതിന്റെ സത്താണിത്, വേദങ്ങളുടെ സത്താണ്.
എന്തിനാ നമ്മൾ തിലകമിട്ട്? നേരത്തെ മാതാവി പറയാറുണ്ട്, തിലകം ചിലർക്ക് കൊടുക്കും. ശരിയാണ്, നമ്മുടെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ഈ തിലകത്തിന്റെ വില അത് വളരെ വലുതാണ്. പലപ്പോഴും പലരാലും അത് അനുഭവപ്പെട്ടിട്ടുണ്ട്. എന്തിനാണ് തിലകം ഇങ്ങനെ വെട്ടിക്കലി ഇടുന്നത്? എന്തിനാ ഇടുന്നേ? ഭഗവാൻ എപ്പോഴും നമ്മളെ രക്ഷിക്കും ഈ തിലകം. ഓക്കെ, പിന്നെ വരട്ടെ വരട്ടെ. ഭഗവാന്റെ കാൽപാദമാണ്. ആ ശരീരം ആ ആ ആ ഉം, ഉം. മനസ്സും ശരീരവും പ്രസിദ്ധമാകും. ഭഗവാന്റെ കാൽപാദം. ഭഗവാനെ നമ്മൾ പൂർണ്ണമായും സറണ്ടർ ചെയ്തു. ഭഗവാൻ ആ പാദങ്ങൾ, തൃപ്പാദങ്ങൾ നമ്മുടെ ശിരസിൽ പതിപ്പിച്ചു. അതിന്റെ പ്രതീകാത്മകമാണ് ഈ ഗോപീചന്ദനം നമ്മൾ വെർട്ടിക്കലി ഇടുന്ന ഭഗവാന്റെ പാദസ്പർശമാണ്. അത് കണ്ടിട്ട് വേണം, അല്ലെങ്കിൽ അത് മനസ്സിൽ കണ്ടിട്ട് വേണം നമ്മൾ ആ തിലകം ഇടാൻ. ഭഗവാന്റെ പാദങ്ങളിൽ നമ്മൾ സാഷ്ടാംഗം പ്രണമിച്ചു. സർവധർമാൻ പരിത്യജ്യ മാം ഏക ശരണം വ്രജഃ. കൃഷ്ണ, ഞാൻ അങ്ങേ മാത്രം ശരണം പ്രാപിക്കും. അങ്ങേ ഉള്ളു എനിക്ക് രക്ഷ. ആ പാദങ്ങൾ എൻ്റെ ശിരസിൽ പതിക്കട്ടെ. പാദങ്ങളിൽ ശിരസിൽ പാദങ്ങൾ പതിച്ചിട്ട് രക്ഷപ്പെട്ട, ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളുടെ പേര് പറയാമോ? മഹാബലി. എന്തോ? മഹാബലി തമ്പുരാൻ. മഹാബലിയെ അനുഗ്രഹിച്ചു. പക്ഷെ അവിടെ പറഞ്ഞില്ല ഹരേ കൃഷ്ണ. ഒരു ശത്രുവും. എന്തോ? കാളിയൻ. കാളിയൻ. അവിടെ ഭഗവാൻ ഉറപ്പിച്ച് പറയുകയാണ്, എന്റെ പാദചിഹ്നം നിന്റെ ശിരസിൽ പതിച്ചത് കൊണ്ട് ഒരാളും, ഗരുഡൻ എന്നുള്ളതല്ല, ഒരാളും നിന്നെ ഉപദ്രവിക്കാൻ വരുന്നില്ല. അപ്പൊ മനസ്സിലായല്ലേ ആ തിലകത്തിന്റെ വില എന്ന് പറയുന്നത്? അത് ത്രാസിൽ വെക്കാനുള്ളതല്ല. ശരീരത്തിന്റെ 12 ഭാഗങ്ങളിൽ നമ്മൾ മന്ത്രം ഉരുവിട്ടുകൊണ്ട് ഈ ഗോപീചന്ദനം നമ്മൾ ധരിക്കും. ഭഗവാന്റെ ശത്രുക്കളിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ശരീരം മലീമസമാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ധരിച്ച് ഭഗവാന്റെ നാമം ജപിച്ച് മുന്നോട്ട് പോകുമ്പോൾ, അപ്പൊ ആ നാമം ശിശുപാലന് പോലും മനസ്സിലായിട്ടില്ല. ഇത്രയും പണ്ഡിതനായ രാവണന് പോലും മനസ്സിലായില്ല. രാവണൻ എത്ര പേര് ഉപദേശിച്ചു. അവസാനം വിഭീഷണൻ രാജ്യം വിട്ടേ പോയി. ഇനി സഹോദരൻ എന്ന് എനിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ നിന്നിട്ടൊരു കാര്യവുമില്ല എന്ന് പറഞ്ഞിട്ട് ജ്യേഷ്ഠന് ഉപേക്ഷിച്ചിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇതാണ് ശരിയായ ഭക്തി എന്നുണ്ട്, ഭാവം എന്ന് പറയുന്നത്. ബാക്കിയുള്ളവരെല്ലാം ഉപദേശിച്ചു, പക്ഷെ ഭാവമില്ലാതായിപ്പോയി. ശരിയല്ലേ? ആണോ അല്ലേ? ആണോ അല്ലേ? ആണോ അല്ലേ? ആണ്. എന്തെങ്കിലും ഒന്ന് പറയണേ. ഭഗവാന്റെ ആ ഒരു ഭാവം, ഭഗവാൻ എൻ്റെ കൂടെയുണ്ട്, അല്ലെങ്കിൽ ധർമ്മം എന്ന് പറയുന്നത്, ധർമ്മം സാക്ഷാത് ഭഗവത് പ്രണീതം, ധർമ്മം എന്ന് പറയുന്നത് ഭഗവാനാണ് എന്നുള്ള ആ ഒരു ഉറപ്പ്, അചഞ്ചലമായ വിശ്വാസം വിഭീഷണൻ ഉണ്ടായതുകൊണ്ടാണ് വിഭീഷണൻ ഇനി ഈ രാജ്യത്ത് നിന്നിട്ട് കാര്യമില്ല, ഇത്രയും അജ്ഞനായ ഒരു വ്യക്തി ഭരിക്കുന്ന രാജ്യത്ത് നിന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് പോവുകയാണ് ചെയ്യുന്നത്. ഇല്ലേ? ശരിയല്ലേ? ആണോ അല്ലേ? അപ്പം അവിടെ നമുക്ക് വേണ്ടത് എന്ന് പറയുന്നത് എന്താ വേണ്ടത്? ഭജാമ്യകം, ഭജിക്കുക, ഭഗവാന് സേവിക്കുക എന്നുള്ളത്. യഥാ മാം പ്രപദ്യന്തേ, ശ്രീമദ് ഭഗവത്ഗീത എടുത്താട്ട്. യേതാ മാം പ്രപദ്യന്തേ 4:11 എടുത്താട്ട്. 4:11 4:11 ഭഗവത്ഗീത. ഹരേ കൃഷ്ണ.
യേ യഥാ മാം പ്രപദ്യന്തെ താംസ്തദൈവ ഭജാമ്യഹം മമ വർത്മാനുവർത്തന്തെ മനുഷ്യാ പാർത്ഥ സർവശഃ. വിവർത്തനം ഉണ്ടെന്ന് വായിച്ചാട്ടെ. എന്നിൽ ശരണം പ്രാപിക്കുന്നതനുസരിച്ച് ഏവർക്കും ഞാൻ തക്കതായ പ്രതിഫലം നൽകുന്നു. അല്ലയോ കുന്തിപുത്ര, എല്ലാവരും എല്ലാവിധത്തിലും എന്റെ മാർഗത്തെ പിന്തുടരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നോക്കൂ, അവിടെയും കുന്തി എത്രയും ശ്രേഷ്ഠയായ ഒരു വ്യക്തിയായി ഭഗവാൻ കണ്ടതുകൊണ്ടാണ് അർജുനനെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. കുന്തിപുത്ര, അത്ര പരിപാവനമായിട്ടാണ്, അത്ര പരമഭക്തിയായിട്ടാണ് ഭഗവാൻ കുന്തി ദേവിയെ കാണുന്നത്. കുന്തിപുത്ര വേറൊന്നും അവിടെ അഭിസംബോധന ചെയ്തില്ല. ആ ശ്ലോകത്തിന് അനുയോജ്യമായ വിധത്തിലാണ് ഭഗവാൻ അർജുനനെ അഭിസംബോധന ചെയ്തത്. ഹേ കുന്തിപുത്ര, ഒന്നുകൂടെ വിവർത്തനം വായിച്ചാട്ട്. എന്നിൽ ശരണം പ്രാപിക്കുന്നതനുസരിച്ച് ഏവർക്കും ഞാൻ തക്കതായ പ്രതിഫലം നൽകുന്നു. അല്ലയോ കുന്തിപുത്ര, എല്ലാവരും എല്ലാവിധത്തിലും എന്റെ മാർഗത്തെ പിന്തുടരുന്നു. ഏത് തരത്തിലാണെങ്കിലും പലരും പല വഴിക്കായിട്ട് പോകും. പക്ഷേ അർജുന ഒരു കാര്യം മനസ്സിലാക്കണം, എല്ലാം ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് പിന്തുടരുന്നത്. പക്ഷെ അവരത് മനസ്സിലാക്കുന്നില്ല. വഴിയും സത്യവും ഞാനാകുന്നു. ചില ബോർഡുകൾ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കാണാൻ പറ്റും. എന്നിട്ട് ബ്രാക്കറ്റ് യോഹന്നാൻ അങ്ങനെ എഴുതിയിരിക്കുന്നതാണ്. വഴിയും സത്യവും ഞാനാകുന്നു. ഈ വഴിയും സത്യവും ആരാണ്? അത് തേടി ചെല്ലുമ്പോഴാണ് അറിയുന്നത് അത് ഭഗവാനാണ്. ആ തേടലിന്റെ ഒരു കഥയുണ്ട്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, അത് വായിക്കണം. ആ തേടലിന്റെ ഒരു സന്യാസിയുടെ ഒരു കഥ. ബയോഗ്രഫി ഓഫ് രാധാനാഥ് സ്വാമി. രാധാനാഥ് സ്വാമിയുടെ ആത്മചരിത്രം ആരെങ്കിലും വായിച്ചിട്ടുണ്ടാവാം, വായിച്ചിട്ടില്ലെങ്കിൽ വായിക്കണം. ഭക്തി ഒരാൾക്ക് എങ്ങനെ കിട്ടും, അല്ലെങ്കിൽ കിട്ടണം, അല്ലെങ്കിൽ ഭഗവാനെ ഞാൻ ഫോളോ ചെയ്തിരിക്കണം എന്നുള്ളത് ആ ഗ്രന്ഥം വായിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാവും. രാധാനാഥ് സ്വാമിയുടെ ആത്മചരിത്രം. ഒരു ജൂതനായിരുന്നു അദ്ദേഹം. ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടോ? വെക്കണേ. അർജുന, എല്ലാരും ഏതെങ്കിലുമൊക്കെ തരത്തിൽ എന്നെ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്, പക്ഷെ അവരറിയുന്നില്ല. അവർ ഏത് രീതിയിലാണോ എത്ര, അതേപോലെ തന്നെ ഞാൻ അതിനെ അനുസരിച്ചിട്ട് റെസിപ്രോക്കേറ്റ് ചെയ്യും, തിരിച്ചും കൊടുക്കും. പക്ഷേ അചഞ്ചലമായ ഭക്തി, ആ ഭക്തിക്ക് അനുസരിച്ചിട്ടാണ്, ആ ഭാവം നമുക്ക് ആവശ്യം. ഒരു ഭക്തൻ ഒരു ബ്രാഹ്മണനോട് ചോദിച്ചു, ഭഗവാൻ എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചു. ഈ ബ്രാഹ്മണന്റെ ആ ഒരു ധാർഷ്ട്യഭാവം, ഇവൻ ഒരു ശൂദ്രൻ, ഈ ശൂദ്രൻ എന്നോട് സംസാരിക്കാൻ തന്നെ എങ്ങനെ തോന്നി എന്ന ഒരു ഗർവ് കൊണ്ട് അദ്ദേഹം കളിയാക്കിക്കൊണ്ട് ആ സാധുവിനോട് പറഞ്ഞു, അടുത്ത് കണ്ട പോത്തിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇതേ ഈ പോത്തിനെ പോലെ ഇരിക്കുന്നു. ആ പാവം അത് വിശ്വസിച്ചു. ആ പാവം അന്നു മുതൽ ആ പോത്തിനെ ശുശ്രൂഷിക്കാൻ തുടങ്ങി. പോത്തിന് ശരിയായ രീതിയിൽ ആഹാരം കൊടുക്കുക, അവരെ കുളിപ്പിക്കുക ഒക്കെ ചെയ്തു. എന്റെ ഭഗവാൻ ഈ രൂപത്തിലാണല്ലോ എന്ന് ചിന്തിച്ചു. അവസാനം ആ പോത്തിലൂടെ ഭഗവാനെ ആ സാധു ദർശിച്ചു. കുറെ ദിവസങ്ങൾ കഴിഞ്ഞു. ഈ ബ്രാഹ്മണൻ അതുവഴി വന്നപ്പം ആ സാധു അതേപോലെ അവിടെ ഇരുന്നിട്ട് ഈ പോത്തിനെ ഞാൻ ശുശ്രൂഷിക്കുന്നതായിട്ട് കണ്ടിട്ട് കളിയാക്കി ചോദിച്ചു, ഓ ഭഗവാനെ കണ്ടോ എന്ന് ചോദിച്ചു. ഭഗവാനെ കണ്ടെന്നുണ്ട്. നീ ശരിക്കും ഭഗവാനെ കണ്ടോ? നീ എന്താ എന്നെ കളിയാക്കുകയാണ്? ഇല്ല, ഞാൻ ശരിക്കും കണ്ടെന്ന് പറഞ്ഞു. അങ്ങനല്ലേ പറഞ്ഞിട്ട് പോയത്? ഈ പോത്തിന്റെ രൂപത്തിലാണ് ഭഗവാൻ. അന്നു മുതൽ ഞാൻ ഈ പോത്തിനെ സേവനം ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ കണ്ടു. ആ ഭഗവാന്റെ രൂപമുണ്ട. ആ സാധു വളരെ സന്തോഷത്തോടുകൂടി വളരെ എളിമയോടെ പറഞ്ഞു,
കസ്തൂരി തിലകം ലലാടപടലേ വക്ഷസ്ഥലേ കൗസ്തുഭം നാസാഗ്രേ വരമൗത്യം കരതലേ വേണുകരേ കങ്കണം സർവാംഗേ ഹരിചന്ദനം സുലളിതം കണ്ടേ ച മുക്താവലി ഗോപസ്ത്രീ പരിവേഷ്ടിതോ വിജയതേ ഗോപാല ചൂടാമണി. കസ്തൂരി തിലകം, കസ്തൂരി തിലകം, കസ്തൂരി തിലകമൊക്കെ അണിഞ്ഞ് നല്ല കർണാഭരണങ്ങളുമായിട്ട് തോൾവളകളുമായിട്ട് ഗോപികമാരാൽ പരിവേഷിതനായി പരിലസിച്ചുകൊണ്ട് പുല്ലാങ്കുഴലും വായിച്ചുകൊണ്ട് ത്രിഭംഗ ലളിതനായി ആ ഭഗവാൻ എന്റെ മുന്നിൽ ദർശിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് ആ ധാഷ്ടനായ ബ്രാഹ്മണൻ ഒരു കാര്യം മനസ്സിലായത്. കൃഷ്ണ, അങ്ങ് എത്ര സാധുവാണ്, എനിക്ക് ആ ഭാഗ്യം കിട്ടിയില്ലല്ലോ, ഇവനാണല്ലോ ആ ഭാഗ്യം കിട്ടിയതെന്ന് ആ ബ്രാഹ്മണൻ ചിന്തിച്ചു. യഥാ മാം പ്രപദ്യന്തേ. ഒന്നുകൂടെ വായിച്ചേ മാതാജി ശ്ലോകം. യേ യദാ മാം പ്രപദ്യന്തെ താംസ്തദൈവ ഭജാമ്യഹം മമ വർത്മാനുവർത്തന്തെ മനുഷ്യാ പാർത്ഥ സർവശഃ. വിവർത്തനം കൂടെ. എന്നിൽ ശരണം പ്രാപിക്കുന്നതനുസരിച്ച് ഏവർക്കും ഞാൻ തക്കതായ പ്രതിഫലം നൽകുന്നു. അല്ലയോ കുന്തിപുത്ര, എല്ലാവരും എല്ലാവിധത്തിലും എന്റെ മാർഗത്തെ പിന്തുടരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നോക്കൂ, നമ്മളിൽ ഭഗവാൻ സംപ്രീതനായില്ല, അല്ലെങ്കിൽ നമ്മളെ ഭഗവാൻ അനുഗ്രഹിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിചാരിക്കുക അത് ഭഗവാന്റെ കുഴപ്പമല്ല, നമ്മുടെ കുഴപ്പം. ജയന്തൻ എന്ന കാക്കയുടെ ഒരു കണ്ണെടുത്തപ്പോൾ ശ്രീരാമചന്ദ്ര പ്രഭു ആ കാക്കയെ ശപിച്ചു എന്നുള്ളതല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ശ്രീരാമചന്ദ്ര പ്രഭു ഒരു കണ്ണ് ആ കാക്കയ്ക്ക് ദാനം ചെയ്തു കൊടുത്ത് അനുഗ്രഹിച്ചു എന്നുള്ളതാണ്. ശരിയല്ലേ? ശരിയോ തെറ്റോ? ശരിയോ തെറ്റോ? ശരിയോ തെറ്റോ? ആരും കേൾക്കുന്നില്ല, ആരും കേൾക്കുന്നില്ല. കേൾക്കുന്ന പ്രഭു. രണ്ട് കണ്ണും പോകേണ്ടതാണ്. കേൾക്കുന്നു. ആ ജയന്തൻ ചെയ്ത് തെറ്റനുസരിച്ചിട്ട് രണ്ട് കണ്ണും പോകേണ്ടതാണ്. അതേസമയം ഭഗവാൻ അവിടെ ദീനത കാണിച്ചു, ഒരു കണ്ണ് അനുഗ്രഹിച്ചു കൊടുത്തു. ശരിയോ തെറ്റോ? ശരിയാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇത്ര മാത്രമേ തന്നുള്ളൂ, തന്നനുഗ്രഹിച്ചുള്ളൂ. ഇതിലും വലുത് വരാൻ പോവുകയാണ്. പക്ഷെ നമ്മൾ ഏത് രീതിയിലാണോ ഭഗവാനെ നമ്മൾ കാണുന്നത്, അവിടെയാണ് രാമായണവും വീണ്ടും പറയുന്നത്. ഏകൈകസ്യോപാരസ്യ പ്രാണാൻ ദാസ്യാമി തേ കവേ ശേഷസ്യഹോപകാരണം ഭാവം ഋഷിനോ വയം. വാൽമീകി രാമായണത്തിൽ പറയുന്നതാണ് ശ്രീരാമചന്ദ്ര പ്രഭു ഹനുമാൻ ദേവനോട്. ഏകൈകസ്യോപകാരസ്യ അങ്ങയുടെ സേവനം പ്രാണാൻ ദാസ്യാമി തേ കവേ. ഹേ ഹനുമാൻ, ഹനുമാൻ ദേവ, അങ്ങയുടെ സേവനം ഒരിക്കലും അളക്കാൻ പറ്റാത്തതാണ്. ഞാൻ അങ്ങയോട് വളരെ വളരെ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. ശേഷസ്യേഹോപകാരണം ഭാവം ഋഷിനോ വയം. അതുകൊണ്ട് എപ്പോഴും അങ്ങ് എൻ്റെ ഹൃദയത്തിലുണ്ടായിരിക്കും. അവിടെയാണ് ഭാഗവത ഉത്തമൻ എന്ന് പറയുന്നത്. ഭാഗവത ഉത്തമൻ. ഏതൊരാളുടെ ഹൃദയത്തിലാണോ എപ്പോഴും ഭഗവാനെ സ്മരിച്ചു കൊണ്ടിരിക്കുന്നത്, ആ ആളിനെ, ആ വ്യക്തിയെ ഭാഗവതൻ എന്ന് പറയാം. ഭാഗവതോത്തമൻ. ഏതൊരു ഭക്തനെയാണോ ഭഗവാന്റെ ഹൃദയത്തിൽ എപ്പോഴും വഹിച്ചുകൊണ്ട് നടക്കുന്നത്, ഭഗവാന്റെ ഹൃദയത്തിൽ എപ്പോഴും ഏതൊരു ഭക്തനെയാണോ കാണുന്നത്, ആ ഭക്തൻ ഭാഗവത ഉത്തമൻ എന്നും അറിയപ്പെടും. അപ്പം ഭജിക്കുക. ആദ്യം നമ്മൾ ഭഗവാന്റെ ശൃണ്വന്തി ഗായന്തി, ഭഗവാനെ നല്ലതുപോലെ ശൃണ്വന്തി കേൾക്കുക, ഭഗവാനെ എപ്പോഴും ശ്രവിച്ചുകൊണ്ടിരിക്കുക. ശൃണ്വന്തി ഗായന്തി പാടുക. അത് തന്നെയാണ് ദ്വിതീയ സ്കന്ധത്തിൽ വീണ്ടും വരുന്നത്. തസ്മാത് ഭാരത സർവാത്മാ
ഭഗവാൻ ഈശ്വരോ ഹരിഹി തസ്മാത് ഭാരത സർവാത്മാ ഭഗവാൻ ഈശ്വരോ ഹരി. ആ ശ്ലോകം എടുക്കാമോ? പെട്ടെന്ന് മറന്നു പോകുന്നു. തസ്മാത് ഭാരത സർവാത്മാ ഭഗവാൻ ഈശ്വരോ ഹരി സ്മർത്യന്തി ഇച്ഛതാഭയം. ഇതിനിടയ്ക്കൊരു വാർഡ്. തസ്മാത് ഭാരത സർവ എടുക്കാൻ പറ്റുമോ ശ്ലോകം? തസ്മാത് ഭാരത സർവാത്മാ ഭഗവാൻ ഈശ്വരോ ഹരി. അധ്യായം ഏതാ? രണ്ടാം സ്കന്ധത്തിൽ ഉണ്ട്. രണ്ടാമത്തെ ചാപ്റ്ററാണ് തോന്നുന്നു. രണ്ടാമത്തെ സ്കന്ധത്തില് രണ്ടാമത്തെ ചാപ്റ്റർ 2-ാം ശ്ലോകമാണ്. നോക്കിയത് തസ്മാത് ഭാരത സർവാത്മാ ഭഗവാൻ ഈശ്വരോ ഹരി. 2:1:5 എടുത്തേ. ശ്രോതവ്യ കീർത്തവ്യ സ്മർത്തവ്യ ഇച്ഛതാഭയം. തസ്മാത് ഭാരത സർവാത്മാ ഭഗവാൻ ഈശ്വരോ ഹരി ശ്രോതവ്യ കീർത്തിതവ്യ സ്മർത്തവ്യ ഇച്ഛതാഭയം. എടുത്തോ? കൃഷ്ണ. ആയിക്കോട്ടെ. തസ്മാത് ഭാരത സർവാത്മാ ഭഗവാൻ ഈശ്വരോ ഹരി ശ്രോതവ്യ കീർത്തിതവ്യ സ്മർത്തവ്യ ചേതഭയം. വായിച്ചാട്ടെ. അല്ലയോ ഭരതവംശജ, സർവ ദുരിതങ്ങളിൽ നിന്നും മുക്തനാകാൻ ആഗ്രഹിക്കുന്ന ഒരുവൻ നിശ്ചയമായും സർവ ദുരിത നിവാരകനും നിയന്താതാവും പരമാത്മാവുമായ പരമദിവ്യോത്തമ പുരുഷനെ കുറിച്ച് ശ്രവിക്കുകയും സ്മരിക്കുകയും പ്രകീർത്തിക്കുകയും വേണം. ഹരേ കൃഷ്ണ. അല്ലയോ ഭരതവംശജ, സർവ ദുരിതങ്ങളിൽ നിന്നും മുക്തനാകാൻ ആഗ്രഹിക്കുന്ന ഒരുവൻ നിശ്ചയമായും സർവ ദുരിത നിവാരകനും നിയന്താവും പരമാത്മാവുമായ പരമദിവ്യോത്തമ പുരുഷനെ കുറിച്ച് ശ്രവിക്കുകയും സ്മരിക്കുകയും പ്രകീർത്തിക്കുകയും വേണം. ശ്രവിക്കുകയും സ്മരിക്കുകയും പ്രകീർത്തിക്കുകയും വേണം. എങ്ങനെയുള്ളവന്? ഒരുവന് കഷ്ടപ്പാടിൽ നിന്ന് മുക്തി നേടാൻ തീവ്രമായി ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ. അല്ലേ? ശരിയല്ലേ? വേറെ എങ്ങും പോകേണ്ട ആവശ്യമില്ല. ഭഗവാനെ സ്മരിക്കുക. ചിലർ പറയത്തില്ല വാസ്തുദോഷം, മറ്റേ ദോഷം. പക്ഷേ ഭഗവത്ഗീതയിലെ ഫലശ്രുതി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഏതൊരുവന് ഭഗവാന്റെ നാമം ഏതൊരുവൻ ജപിക്കുന്നുണ്ടോ അവിടെ ഭഗവാന്റെ വാസം ഉണ്ടാകും. പിന്നെന്തിനാ നമ്മൾ പേടിക്കേണ്ട ആവശ്യം ഉണ്ടോ? ഭഗവാന്റെ സാന്നിധ്യം അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ആരുണ്ടാവും? എന്തോ? ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവും. എന്തോ? ഭഗവാൻ കൂടി ഉണ്ടാവും. ഭഗവാൻ ഏതൊരുവന്റെ ഗൃഹത്തിൽ ഭഗവാൻ ഉണ്ടോ അവിടെ വേറെ കൂടെ ആരുണ്ടാവും? ഭഗവാന്റെ കൂടെ ആയിരക്കണക്കിന് ലക്ഷ്മി ദേവി ഉണ്ടാകും. ആയിരക്കണക്കിന്. പിന്നെന്താ പ്രശ്നം? ഇവർ രണ്ടുപേരും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ആരുണ്ടാവും? വേറെ ആരുണ്ടാവും? സമയമില്ല, കൗണ്ട് ഡൗൺ ആയി. വേറെ ആരുണ്ടാവും? ആരും ഉണ്ടാവത്തില്ല. ഗജേന്ദ്ര മോക്ഷത്തില് അവിടെ ആര് വന്നു? ആകാശത്ത് ആര് വന്നു? ആരും ഒന്നും മിണ്ടുന്നില്ല. ദേവീദേവന്മാരെല്ലാം വന്നു. ആരും മിണ്ടുന്നില്ല. കേൾക്കുന്നില്ലേ? ദേവി ദേവന്മാരാന്ന് പറഞ്ഞു. ഇവിടെ കേട്ടില്ല. ഹരേ കൃഷ്ണ. പ്രഭു വേറൊരു സംശയം ചോദിക്കട്ടെ? ഇതിനകത്ത് ഭഗവത്ഗീതയിലെ 78-ാമത്തെ ശ്ലോകത്തില് എത്ര യോഗേശ്വര കൃഷ്ണോ
എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീ വിജയോ നിധിർ മതിർ മമ എന്ന് പറയുന്നുണ്ട്. അതായത് എവിടെ യോഗേശ്വരനായ കൃഷ്ണനുണ്ടോ അവിടെ വില്ലാളി വരുന്ന അർജുനനുണ്ടോ അവിടെയാണ് ഐശ്വര്യവും വിജയവും സാധാരണ ശക്തിയും നീതിയും ഉള്ളത്. ഇതാണ് എന്റെ അഭിപ്രായം എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ഉണ്ട്. അവിടെ സംശയം എന്താ? സംശയം എന്താ? അതല്ലേ പറഞ്ഞു തന്നത്. അവിടെ അർജുനുണ്ട്. ഭഗവത്ഗീത വായിക്കുന്നിടത്ത് അർജുനനുണ്ട്. ഇല്ലേ? ഉണ്ടോ ഇല്ലേ? ഹരേ ഉണ്ട് ഉണ്ട് ഉണ്ട്. ഉണ്ട്. അതാ സംശയം വേണ്ട. അതാ പറഞ്ഞു വന്നത്. ഭഗവാൻ അവിടെ ഉണ്ടോ? അവിടെ ലക്ഷ്മി ദേവിയുണ്ട്, 33 കോടി ദേവന്മാരുണ്ട്, അർജുനനുണ്ട്, ഭക്തന്മാരെല്ലാം ഉണ്ട്. പിന്നെ എങ്ങനെ വാസ്തുദോഷം വരും? വരുമോ? വരുമോ? ഇല്ല ഇല്ല പ്രഭു. ഒരു ദോഷവും വരത്തില്ല. ശൃണ്വന്തി ഗായന്തി ഹരേ കൃഷ്ണ വാഞ്ചാകൽപതരൂഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ശശികുമാർ പ്രഭു മനസ്സിലായോ?